ഇതിൻ്റെ കൂടെ കാണേണ്ട ഒരു കാര്യം, നിങ്ങളെല്ലാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് എല്ലാം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു പ്രത്യേക നന്ദി ചില കാര്യങ്ങളിൽ ഞങ്ങൾ രേഖപ്പെടുത്തേണ്ടതുണ്ട്. ഇപ്പോൾ പിറ്റേ ദിവസം തന്നെ മനോരമ പത്രം സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി 58 അസംബ്ലി മണ്ഡലങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇപ്പോഴും ഭദ്രമാണ്, മേൽക്കൈയുണ്ട് എന്ന് നല്ല ആകർഷകമായ നിലയിൽ കൊടുക്കാനിടയായി. എന്നാൽ കേരളത്തിൽ 64 പിന്നീട് വന്നത്. തളിപ്പറമ്പിലെ ഈ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട മേഖലകളിലെ വോട്ട് സ്വാഭാവികമായും പകുതിയെങ്കിലും കൂട്ടാമല്ലോ, മുഴുവൻ കൂട്ടാമല്ലോ. അതെല്ലാം ചേർത്താൽ ഒരു 65ലധികം അസംബ്ലി മണ്ഡലങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നല്ല അബ്സല്യൂട്ട് മെജോറിറ്റിയിലാണ് നിൽക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് രാഷ്ട്രീയ അടിസ്ഥാനത്തിൽ പരിഗണിക്കാവുന്നത് ഈ ത്രിതലത്തിൽ ജില്ലാ പഞ്ചായത്തിലെ വോട്ടാണ്. അത്തരം കാര്യങ്ങൾ ഞങ്ങൾക്ക് ആത്മവിശ്വാസത്തോടു കൂടി മുമ്പോട്ട് പോകുന്നതിന് കരുത്ത് നൽകുന്നതാണ്. മാത്രമല്ല, ജില്ലയിലെടുത്താൽ എല്ലാവരും മാധ്യമങ്ങളിൽ പലരും മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെ കൊട്ടിഘോഷിക്കുന്നതാണ് വടകര പാർലമെൻറ്റ് മണ്ഡലം. ജില്ലാ പഞ്ചായത്തിൻ്റെ വോട്ടിൻ്റെ നിലയെടുത്താൽ 1,00,000-ഓളം വോട്ടിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുമ്പിൽ നിൽക്കുന്നു എന്ന യാഥാർത്ഥ്യം നിസ്സാരമല്ല. വടകര പാർലമെൻറ്റ് അംഗത്തിൻ്റെ ആസ്ഥാനം വടകര എടോടി വാർഡാണ്, മുനിസിപ്പാലിറ്റിയിലെ. ഒരു ഘട്ടത്തിലും ഇടതുപക്ഷം ജയിക്കുന്ന വാർഡയല്ല. അവിടെ അദ്ദേഹത്തിൻ്റെ നിറസാന്നിധ്യം കൊണ്ട് തന്നെയാവാം ഇത്തവണ നല്ല അബ്സല്യൂട്ട് മെജോറിറ്റിയിൽ ഇടതുപക്ഷം ജയിച്ചു വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമായ വടകര മുനിസിപ്പാലിറ്റിയിൽ കഴിഞ്ഞ തവണ ഉള്ളതിനേക്കാളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് സീറ്റ് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ ഓരോ അസംബ്ലി മണ്ഡലം എടുത്താലും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിലുണ്ടായിരുന്ന പിന്നോക്കാവസ്ഥയിൽ നിന്ന് ബഹുദൂരം മുന്നോട്ട് വരാനും വലിയ നിലയിൽ മുന്നേറ്റമുണ്ടാക്കി ആത്മവിശ്വാസത്തോടെ മുമ്പോട്ട് പോകാനും കഴിഞ്ഞിട്ടുണ്ട്. നേരിയ വ്യത്യാസത്തിലാണ് പല മണ്ഡലങ്ങളിലും ഞങ്ങൾ 1000-2000 വോട്ടിൻ്റെ വ്യത്യാസത്തിലാണ് ചില മണ്ഡലങ്ങളിൽ. ഇപ്പോൾ ജില്ലാ പഞ്ചായത്തിൻ്റെ വോട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഗ്രാമം എടുത്താൽ അതിലും മാറ്റം ഉണ്ടാകും. ഇപ്പോൾ അല്പം പിറകിലായി നിൽക്കുന്നത് അതൊന്നും ഒരു അതിജീവിക്കാൻ പറ്റാത്ത സാഹചര്യമായിട്ട് ഞങ്ങൾ കാണുന്നില്ല. അതാണ് സെക്രട്ടറി ഇവിടെ ചൂണ്ടിക്കാണിച്ചത്, കൺവീനർ ചൂണ്ടിക്കാണിച്ചത്. ഞങ്ങൾ എന്തുകൊണ്ട് പ്രതീക്ഷിച്ച വിജയമുണ്ടായില്ല? അത്തരം കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ആഴത്തിലും സൂക്ഷ്മതലത്തിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൂട്ടായി ഞങ്ങൾ എല്ലാം പരിശോധനയ്ക്ക് വിധേയമാക്കും. എന്നിട്ട് വരാനിരിക്കുന്ന ദിവസങ്ങളിൽ നല്ല കരുത്തോടും ആത്മവിശ്വാസത്തോടും കൂടി മൂന്നാം ഭരണത്തിലേക്ക് ഞങ്ങൾ മുന്നേറുക തന്നെ ചെയ്യും. അതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ഞങ്ങൾ എത്തിച്ചേർന്നിട്ടുള്ള ഒരു നിലപാട്. ഒരു തരത്തിലും അങ്ങനെ ഒരു വിലയിരുത്തലേ ഇല്ല. അത് വസ്തുതാപരവുമല്ല. ചില മാധ്യമങ്ങൾ ഉൾപ്പെടെ നടത്തിയിട്ടുള്ള ഞങ്ങൾക്കെതിരായി നടത്തിയിട്ടുള്ള ചില പ്രചാരവേലയുടെയൊക്കെ ഭാഗമായിട്ട് UDFും BJPയും NDAയും എല്ലാം നടത്തിയിട്ടുള്ള ഒരു പ്രചാരവേലയുടെയൊക്കെ ഭാഗമായി താൽക്കാലികമായി ചിലരെങ്കിലും തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ടാകാം. അല്ലാതെ സംസ്ഥാന ഗവൺമെൻറ്, അത് നിങ്ങൾക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കാണാം, നേരിട്ട് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ അതേ അർത്ഥത്തിൽ വിലയിരുത്തുന്ന, ജനങ്ങൾ പരിശോധനയ്ക്ക് വിധേയമാക്കി നിലപാടെടുക്കുന്ന ഒരു രാഷ്ട്രീയ പോരാട്ടമാണ് വരാൻ പോകുന്നത്. ഇത് വെറുതെ പറയുന്നതല്ല. 2010 നിയമസഭാ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ ഇതിനേക്കാളും വലിയ പറകോട്ടടിയാണ് അന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അന്നുണ്ടായത്. ഇതിനേക്കാളൊക്കെ വലിയ തിരിച്ചടിയായിരുന്നു. ഇതിപ്പോൾ ഒരു തിരിച്ചടിയെന്ന് പറയാനില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പ്രതീക്ഷിച്ച വിജയമുണ്ടായില്ല. ഇതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ അനുഭവം. എന്നാൽ 2010 തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 2011 നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഞങ്ങൾക്ക് അധികാരത്ത് വരാൻ കഴിഞ്ഞില്ലെങ്കിലും കേവലം 4000-ൽ താഴെ വോട്ടിന് 2 അസംബ്ലി മണ്ഡലങ്ങൾ നഷ്ടമായതിനെ തുടർന്ന് ഞങ്ങൾ പ്രതിപക്ഷത്തിരിക്കേണ്ടി വന്നതാണ്. അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, അത് കഴിയുമല്ലോ.
അതാണ് അനുഭവം. അന്ന് എത്രയോ പിന്നിലായിരുന്നു. 2019 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിലെന്താ ഉണ്ടായിരുന്നത് അനുഭവം? വളരെ ചുരുങ്ങിയ അസംബ്ലി മണ്ഡലങ്ങളിലേക്ക് ഞങ്ങൾ പുറകോട്ട് പോയി. വളരെ ചുരുങ്ങിയ വിരലെണ്ണാവുന്ന അസംബ്ലി മണ്ഡലങ്ങളിൽ ഞങ്ങൾക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്നുള്ളൂ. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ കണ്ടില്ലേ എന്ന്. ഇപ്പോൾ നിങ്ങളെടുത്തോ 2021 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ എന്താ, 24 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ എന്താ സംഭവം ഉണ്ടായത്? പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ ഫലം പരിശോധിച്ചാൽ 19 അസംബ്ലി മണ്ഡലങ്ങളിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മേൽക്കൈ ഉണ്ടായിരുന്നുള്ളൂ, ഭൂരിപക്ഷം ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇപ്പോൾ ജില്ലാ പഞ്ചായത്തിൻ്റെ വോട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കൊല്ലം കഴിഞ്ഞ് നടന്ന ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജില്ലാ പഞ്ചായത്തിൻ്റെ വോട്ടിൻ്റെ മാനദണ്ഡമാക്കിയ ജില്ലാ പഞ്ചായത്തിലെയും നഗരസഭകളിലെയും വോട്ടിനെ മാനദണ്ഡമാക്കിയാൽ 65 അസംബ്ലി മണ്ഡലങ്ങൾ ഞങ്ങൾ മേലെയാണ്. അതുകൊണ്ടാണല്ലോ ഞങ്ങൾ പറഞ്ഞത്, ഞങ്ങൾ ആമുഖമായിട്ട് തന്നെ പറഞ്ഞു, ഞങ്ങളുടെ പരമോന്നത LDFൻ്റെ നേതൃത്വവും പറഞ്ഞു, സംസ്ഥാന മുഖ്യമന്ത്രിയും പറഞ്ഞു, ഞങ്ങൾ പ്രതീക്ഷിച്ച വിജയം ഞങ്ങൾക്ക് കൈവരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് പറഞ്ഞുകൊണ്ടാണല്ലോ ഞങ്ങൾ തുടങ്ങുന്നത് തന്നെ. അപ്പോൾ പിന്നെ അതിൽ നിന്നെല്ലാം ഉണ്ടല്ലോ.